എല്ലാവർക്കും ഫിനോം സീരീസിൻ്റെ പാർട്ട് 4ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ തന്നെ 3 പാർട്ടിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ പോയി ചെക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക, അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ കിട്ടില്ല. നിങ്ങൾ ഈ ചാനലിനകത്തിട്ട് കാണുന്നെങ്കിൽ ചാനൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അണ്ടർടേക്കർ ഫാൻസിനായിട്ട് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ആ മാനിക്കേൻ്റെയുമായിട്ടുള്ള മാച്ചിൽ പോൾ ബീറർ അണ്ടർടേക്കർ ചതിച്ചുകൊണ്ട് മാനിക്കേൻ്റെ കൂടെ ടീമാവുന്ന കാഴ്ചയായിരുന്നു നമ്മളന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവർ തമ്മിലുള്ള ഫ്യൂഡ് മുന്നോട്ട് പോകവേ അവസാനം ഒരു മാച്ചിലായിരുന്നു ചെന്ന് കലാശിച്ചത്. അങ്ങനെ അതൊരു ബെറൈറ്റ് ലൈവ് മാച്ചായിട്ടായിരുന്നു WWE വന്ന് പ്രഖ്യാപിച്ചത്. അങ്ങനെ ആ ഒരു മാച്ചിൽ മാനിക്കേൻ്റെ കൂടെ വന്നത് പോൾ ബീറർ ആയിരുന്നു. അന്ന് അണ്ടർടേക്കർ ആദ്യമായിട്ടാണ് സിംഗിൾസ് വെസ്റ്ററിലായിട്ട് എൻട്രൻസ് നടത്തുന്നത്. അങ്ങനെ ആ ഒരു മാച്ചിൻ്റെ അവസാനത്തിൽ അണ്ടർടേക്കർ മാൻകേനെ ഒരു ചോക്ക് സ്ലാം ചെയ്തുകൊണ്ട് അങ്ങനെ ആ ഒരു കുഴിയിലേക്ക് ഇട്ടുകൊണ്ട് ആ ഒരു മാച്ചിൽ അവസാനം അണ്ടർടേക്കർ തന്നെയായിരുന്നു ആ ഒരു മാച്ചിൽ വിജയിച്ചത്. അങ്ങനെ അണ്ടർടേക്കർ വിജയിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു പുറകിൽ നിന്ന് അദ്ദേഹത്തെ എക്സിക്യൂഷൻ എന്ന് പറയുന്ന റെസ്ലർ വന്ന് അണ്ടർടേക്കറിനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ അണ്ടർടേക്കറിനെ ആ ഒരു കുഴിയിലിട്ട് മൂടുന്ന തരത്തിലുള്ള സ്റ്റോറിയൊക്കെ ആയിരുന്നു അത് നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു മാച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ WWF ആരാധകരെ കണ്ടിട്ടുണ്ടായിരുന്നത് സർവൈവർ സീരീസിലായിരുന്നു. അങ്ങനെ ആ ഒരു സർവൈവർ സീരീസിൽ അദ്ദേഹത്തിൻ്റെ പുതിയ ക്യാരക്ടറായിട്ടായിരുന്നു WWF ആരാധകർ കണ്ടത്. ലോർഡ് ഓഫ് ഡാർക്ക്നെസ് എന്നായിരുന്നു ആ ഒരു ക്യാരക്ടറിൻ്റെ പേര്. അങ്ങനെ ആ ഒരു സർവൈവർ സീരീസിൽ തന്നെ അണ്ടർടേക്കറിന് ഒരു മാച്ച് കിട്ടുകയുണ്ടായി, അതായത് മാനിക്കെതിരെ ഒരു മാച്ച് കിട്ടുകയുണ്ടായി. ആ ഒരു മാച്ചിൽ WWF ആഡ് ചെയ്ത സ്റ്റിപ്പുലേഷൻ പ്രകാരം വിജയിക്കുന്ന ആൾക്ക് പോൾ ബിയറിനെ മാനേജറായിട്ട് കിട്ടും എന്നതായിരുന്നു. അങ്ങനെ പോൾ ബെയറിനെ ഒരു സ്റ്റീൽ കെയിനുള്ളിൽ ബന്ധിപ്പിച്ചിട്ടായിരുന്നു ആ ഒരു മാച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു മാച്ചിന്റെ അവസാനത്തിൽ അണ്ടർടേക്കർ തന്നെയായിരുന്നു വിജയിച്ച് നിന്നത്. അങ്ങനെ വിജയിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തെ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞ റെസ്ലർ വീണ്ടും അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുകയും പോൾ ബെയറിനെ കൊണ്ടുവന്ന കാഴ്ചയുമായിരുന്നു അന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അണ്ടർടേക്കറിന്റെ ഫ്യൂഡ് മാൻഗേനിൽ നിന്നും എക്സിക്യൂഷണർ എന്ന് പറയുന്ന റെസ്ലറിനെതിരെയായിരുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള ഫ്യൂഡ് മുന്നോട്ട് പോകുകയോ ഒരു അർമാഗഡൺ മാച്ചിൽ ചെന്ന് കലാശിക്കുകയുണ്ടായി. അങ്ങനെ ആ ഒരു മാച്ചിന്റെ അവസാനത്തിൽ അണ്ടർടേക്കർ ഒരു തോം സ്റ്റോൺ പൈൽ ഡ്രൈവർ ചെയ്തുകൊണ്ട് അണ്ടർടേക്കർ തന്നെയായിരുന്നു ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കാലം മുന്നോട്ട് പോയി അണ്ടർടേക്കറിന് തൊട്ടടുത്ത പേപ്പർ റോയൽ റംബിളിൽ ഒരു മാച്ച് ഉറപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് വെയ്ഡറിനെതിരായിരുന്നു ആ ഒരു മാച്ച് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു മാച്ചിന്റെ അവസാനത്തിൽ പോൾ ബിയറർ വന്ന് അണ്ടർടേക്കറിനെ ഇന്റർഫിയർ ചെയ്യുകയും ആ ഒരു മാച്ചിന്റെ അവസാനത്തിൽ വെയ്ഡർ തന്നെയായിരുന്നു വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു പേപ്പർ വിന് മെയിൻ ഇവന്റായ മെൻസ് റോയൽ റംബിളിൽ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിനായിരുന്നു ആ ഒരു മാച്ചിൽ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഹൗസ് ഓഫ് ദ ഷോയിൽ ഇവരൊക്കെ ഒരു മാച്ച് വരികയുണ്ടായി. അണ്ടർടേക്കർ വേഴ്സസ് ബ്രെറ്റ് ഹാർട്ട് വേഴ്സസ് സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ വേഴ്സസ് വെയ്ഡർ തമ്മിലുള്ള ഒരു WWE ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉറപ്പിക്കുകയുണ്ടായി. ആ ഒരു മാച്ചിന്റെ അവസാനത്തിൽ ബ്രെറ്റ് ഹാർട്ട് ആയിരുന്നു വിജയിച്ച് WWF ചാമ്പ്യൻഷിപ്പ് നേടിയത്. അങ്ങനെ അണ്ടർടേക്കറിന് റെസ്ൽമേനിയയിൽ ഒരു മാച്ച് ഉറപ്പിക്കുകയുണ്ടായി. ഒരു WWF ചാമ്പ്യൻഷിപ്പ് മാച്ച് സൈക്കോസിഡിനെതിരായിരുന്നു ആ ഒരു മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ചിന്റെ അവസാനത്തിൽ അണ്ടർടേക്കർ തന്നെ വിൻ ചെയ്ത് അദ്ദേഹത്തിന് സ്ട്രീക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അദ്ദേഹം ന്യൂ WWF ചാമ്പ്യൻ ആവുകയും ചെയ്തിരുന്നു. അങ്ങനെ പോൾ ബിയറർ അണ്ടർടേക്കറിന്റെ അടുത്ത് വരികയും അണ്ടർടേക്കറിന്റെ പഴയ സത്യങ്ങളെല്ലാം തുറന്നു പറയുകയും ചെയ്തിരുന്നു. അതായത് അണ്ടർടേക്കറിന്റെ അച്ഛനും അമ്മയും അണ്ടർടേക്കർ തന്നെ വീടിനുള്ളിൽ ഇട്ട് കത്തിച്ച് കൊല്ലുകയും അങ്ങനെ തൻ്റെ ഹാഫ് ബ്രദറായിട്ടുള്ള കെയിൻ്റെ മുഖത്ത് ആസിഡ് ഒഴിക്കും. അങ്ങനെ ആ ഒരു ആസിഡിൽ നിന്നും കെയിൻ അതിവിദഗ്ധമായി രക്ഷപ്പെട്ടു എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു സെഗ്മെന്റെല്ലാം കഴിഞ്ഞതിന് ശേഷം അണ്ടർടേക്കറിന്റെ അടുത്ത ഫ്യൂഡ് പോയിട്ടുണ്ടായിരുന്നത് ബ്രെറ്റ് ഹാർട്ടിനെതിരായിരുന്നു. അങ്ങനെ ഇവർക്കൊരു ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉറപ്പിക്കുകയും ഉണ്ടായി. ഈ ഒരു മാച്ച് സമ്മർ സ്ലാമിലായിരുന്നു WWF ഉറപ്പിച്ചിരുന്നത്. ആ ഒരു മാച്ചിൽ ഗസ്റ്റ് റഫറി ആയിട്ട് നിയമിച്ചത് ഷോൺ മൈക്കിൾസ് ആയിരുന്നു. അങ്ങനെ ആ ഒരു മാച്ചിന്റെ അവസാനത്തിൽ ഷോൺ മൈക്കിൾസ് ഒരു സ്റ്റീൽ ചെയർ കൊണ്ട് അണ്ടർടേക്കറിനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ അണ്ടർടേക്കറും ഷോൺ മൈക്കിൾസും തമ്മിലുള്ള ഫ്യൂഡ് അവിടെ സ്റ്റാർട്ട് ആവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ ഒരു ഫ്യൂഡ് അവസാനം ചെന്ന് എത്തിയത് ബാഡ് ബ്ലഡിലായിരുന്നു. അങ്ങനെ ഇവർക്ക് ബാഡ് ബ്ലഡിൽ ഒരു മാച്ച് ഉറപ്പിക്കുകയുണ്ടായി, ഒരു ഹെൽ ഇൻ എ സെൽ മാച്ച് ഉറപ്പിക്കുകയുണ്ടായി. ഷോൺ മൈക്കിൾസ് വിസ് അണ്ടർടേക്കർ തമ്മിലായിരുന്നു. ആ ഒരു മാച്ചിന്റെ അവസാനത്തിൽ കെയിൻ വരികയും കെയിൻ വന്ന് അണ്ടർടേക്കറിനെ അറ്റാക്ക് ചെയ്യുകയും അങ്ങനെ ആ ഒരു മാച്ചിൽ ഷോൺ മൈക്കിൾസ് വിജയിക്കുകയും ചെയ്തിരുന്നു. ആ മാച്ചിൽ കെയിനിന്റെ പുതിയ മാനേജറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പോൾ ബിയറർ ആയിരുന്നു. അങ്ങനെ ഈ ഒരു ഫ്യൂഡ് മുന്നോട്ട് പോകവേ അണ്ടർടേക്കറിനും ഷോൺ മൈക്കിൾസ് തമ്മിലൊരു മാച്ച് ഉറപ്പിക്കുകയുണ്ടായി 1998 റോയൽ റംബിളിൽ. ആ ഒരു കാസ്കറ്റ് മാച്ച് ആയിട്ടായിരുന്നു WWF ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു മാച്ചിന്റെ അവസാനത്തിൽ കെയിൻ വന്ന് അണ്ടർടേക്കറിനെ ഒരു ഷോപ്പട്ടി ഇട്ടുകൊണ്ട് ഷോൺ മൈക്കിൾസിനെ വിജയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അണ്ടർടേക്കർ വേഴ്സസ് കെയിൻ തമ്മിലുള്ള റെസ്ൽമേനിയ 14 മാച്ച് ഉറപ്പിക്കുകയുണ്ടായി. ആ ഒരു മാച്ചിൽ കെയിൻ ആയിരുന്നു അണ്ടർടേക്കറിനെ കൂടുതലും അടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു മാച്ചിന്റെ അവസാനത്തിൽ അണ്ടർടേക്കർ 3 തോം സ്റ്റോൺ പൈൽ ഡ്രൈവർ ചെയ്തുകൊണ്ട്
അണ്ടർടേക്കർ തന്നെയായിരുന്നു തൻ്റെ WrestleMania സ്ട്രീക്ക് മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെ ഇവർക്ക് തമ്മിലുള്ള മാച്ച് വീണ്ടും ഉറപ്പിക്കുകയുണ്ടായി. അതായത് അണ്ടർടേക്കർ വിസസ് കെയ്ൻ തമ്മിലുള്ള ഒരു ഇൻഫെറോ മാച്ച് അൺഫോർഗിവൺ എന്ന പേപ്പർ വ്യൂവിൽ. അങ്ങനെ ഈ ഇൻഫെറോ മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ റിങ്ങിന് ചുറ്റും തീ പിടിച്ചുള്ള സെറ്റപ്പായിരുന്നു ആ ഒരു മാച്ചിലുണ്ടായിരുന്നത്. ആ ഒരു മാച്ചിൻ്റെ അവസാനത്തിൽ കെയ്ൻ്റെ വലത്തേക്കൊക്കെ തീ പിടിക്കുകയും ആ ഒരു മാച്ചിൻ്റെ അവസാനത്തിൽ അണ്ടർടേക്കർ തന്നെ വിജയിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അണ്ടർടേക്കറിൻ്റെ ഫ്യൂഡ് പോയിട്ടുണ്ടായിരുന്നത് മാൻകെയിനെതിരായിരുന്നു. അങ്ങനെ ഇവർക്കൊരു മാച്ച് ഉറപ്പിക്കുകയുണ്ടായി. ഒരു ഹെൽനെസിൽ, അത് കിങ് ഓഫ് ദ റിംഗ് എന്ന പേപ്പർ വ്യൂവിൽ ഒരു ഹെൽനെസിൽ മാച്ചായിരുന്നു ഇവർക്ക് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ WWE ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഹെൽനെസിൽ മാച്ചിനിട്ട് അംഗീകാരം ഈ മാച്ചിനായിരുന്നു. കാരണം ഒരു കിണ്ണം കാഴ്ച മാച്ചായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ഹെൽനെസിൽ മാച്ചായിരുന്നു. ഒരു ഹെൽനെസിൽ മാച്ചിൽ എന്തൊക്കെ നടക്കാം അതെല്ലാം ഈ മാച്ചിൽ നടന്നിട്ടുണ്ട്. ഈ മാച്ചിൽ അണ്ടർടേക്കറിൻ്റെ ഒരു മാസ്റ്റർ പീസ് മൂവ് ഉണ്ടായിരുന്നു. അതായത് അണ്ടർടേക്കർ മാൻകെയിനെ എടുത്തൊരു ചോക്സിലും ജയിക്കും അവർ റിങ് പൊളിഞ്ഞ് വീഴുന്ന ആ ഒരു മാൻകെയിനെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. മാച്ചിൻ്റെ അവസാനത്തിൽ അണ്ടർടേക്കർ തന്നെയായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. WWE ഹിസ്റ്ററി തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഹെൽനെസിൽ മാച്ച് എന്നറിയപ്പെടുന്ന മാച്ചും ഇത് തന്നെ ആവാനാണ് ചാൻസ് കൂടുതൽ. കാരണം അത്രയ്ക്ക് മികച്ച പെർഫോമൻസ് ആണ് രണ്ടുപേരും കാഴ്ചവെച്ചത് കൊണ്ട് തന്നെ ഈ ഒരു മാച്ചിനെ വേറെ ലെവലിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചു. സോ ഞാനെൻ്റെ ഫിനോം സീരീസിലെ പാർട്ട് 4 ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീരീസിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.